അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷമ്മാസിൻ്റെയും നുസൈബയുടെയും വിവാഹമിതാ എത്തിക്കഴിഞ്ഞു. നുസൈബയുടെ വീട്ടിലേക്കും ഷമ്മാസിൻ്റെ വീട്ടിലേക്കും ആളുകൾ വന്നു തുടങ്ങി. എന്നാൽ ഷമ്മാസിൻ്റെ മനസ്സിൽ ചെറിയൊരു ചിന്തയുണ്ട്. എന്തായിരിക്കും അത്? ഇന്നലെ മഹറെടുത്ത് പുറത്തിറങ്ങുന്ന ആ ഒരു സമയത്ത് ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വന്ന ആ ഒരു കോള്, അതാരായിരിക്കും? എന്തായിരിക്കും പറഞ്ഞത്? പെട്ടെന്ന് ഷമ്മാസിൻ്റെ മുഖം വാടാൻ കാരണം എന്തായിരിക്കും? ഉമ്മക്ക് അത് മനസ്സിലായപ്പോൾ ഉമ്മ ചോദിച്ചത് എന്താണ്? ഉമ്മയോട് അവൻ പറഞ്ഞോ? ഇല്ല, ആരോടും പറഞ്ഞില്ല, നവാസിനോട് പോലും പറഞ്ഞില്ല. പക്ഷെ പറയാതിരിക്കാനും കഴിയില്ലല്ലോ. ആ സമയത്തെ സന്തോഷം നഷ്ടപ്പെടാതിരിക്കുവാനാണ് അവനത് മറച്ചു വെച്ചത്. എങ്കിലും പറയാതെ വയ്യ. ഇത്തയുടെ ഫോണിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതെല്ലാം ചെക്ക് ചെയ്തപ്പോഴും ഷമ്മാസിന് തൻ്റെ ഇക്കയാണ് പാവം തോന്നിയത്. പാവം, എൻ്റെ ഇക്ക ഇതൊന്നും അറിയുന്നില്ല. ഇക്കയെ മറിച്ച് ഫസീലത്ത എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ അത് വല്ലാതെ വിഷമമുണ്ടാക്കി. എന്നാലും കാര്യമായിട്ട് ഞാൻ തന്നെയാണ് ഇത്തയുടെ ശത്രു. ഞാനും നുസൈബയും ഒരുമിക്കുന്നത് ഇഷ്ടമല്ല. മറ്റന്നാളെയാണ് കല്യാണം. പഠിച്ചോനെ നീ കാക്ക്. അതിനിടയിൽ ഒരു ദുരന്തങ്ങളും ഉണ്ടാവരുതേ അല്ലാ. എങ്കിലും ഇക്കയോട് അതിനെക്കുറിച്ച് പറയാതെ വയ്യ. നവാസ് മുകളിലത്തെ റൂമിൽ പോയി എന്തോ ഒന്ന് ചെയ്യുകയാണ്. അപ്പോഴാണ് ഷമ്മാസ് അങ്ങോട്ട് കടന്നു വന്നത്. ഇക്ക. ഷമ്മാസോ, എന്താടാ? അത് ഇക്ക, ഒരു കാര്യം പറയാണ്ട്. എനിക്ക് അത് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. എന്താടാ, എന്തു പറ്റി? ഷമ്മാസിന് അതെങ്ങനെ പറയണം എന്നറിയുന്നില്ല. എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ നീ പറയടാ. മറ്റോളുടെ കാര്യമാണോ? ഫസീലയുടെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് കേൾക്കാനേ താല്പര്യമില്ല കേട്ടോ. എനിക്കത് ആ ഒരു സംഭവം ഇഷ്ടമല്ല. ദയവായി അതിനെക്കുറിച്ച് പറയണമെങ്കിൽ വേണ്ട. എനിക്ക് താല്പര്യമില്ലാത്ത കേസാണ്. ഇക്ക, ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങയോട് പറയാതിരിക്കാൻ വയ്യ. പിന്നെ നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങളുടെ ജീവിതമാണ്. എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തൊക്കെ തന്നെ ഇത്ര നല്ല രീതിയിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. വരണം നല്ല രീതിയിൽ, ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ വന്നാൽ സന്തോഷമേ ഉള്ളൂ. ഉമ്മാക്കും അങ്ങനെ തന്നെയാണല്ലോ. ഒന്ന് പറഞ്ഞ് രണ്ടെണ്ണം തിരിച്ച് പറയാം. അങ്ങനെ അങ്ങോട്ട് ഒരാളെ പിടിച്ചമർത്താൻ രീതിയിലുള്ള, ഒരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത്ത വന്നോട്ടെ, വന്നിട്ട് ഇക്കയുടെ കൂടെ സന്തോഷത്തോടെ മക്കളെ നോക്കി ജീവിക്കട്ടെ. എന്താ, റാഹത്തല്ലേ? ഷമ്മാസ്, നിനക്ക് വേറെ വല്ലതും പറയാനാണെങ്കിൽ ആണോ നീ ഇങ്ങോട്ട് വന്നത്? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ. ഈ വിഷയം കേൾക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഷമ്മാസിന് എന്ത് പറയണമെന്നായിപ്പോയി. ഇക്ക, ഞാൻ പറയാണ്, ഫസീലത്ത ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഒരു നിമിഷം നവാസ് ഞെട്ടിപ്പോയി. എന്ത്? അവൾ തിരിച്ചു വന്നോ? എന്തിന്? എങ്ങോട്ട്? അതെ, ഇത്തയുടെ ആങ്ങളുടെ വീട്ടിലുണ്ട് ഫസീലത്ത. ആങ്ങളെയാണ് വിളിച്ചത് എന്നെ. അവളെ കൊണ്ടുപോകാൻ നിങ്ങൾ വരണമെന്ന് പറഞ്ഞ്. അവൾക്ക് ഒറ്റയ്ക്ക് പോരാൻ പറ്റില്ലത്രേ. അതിനു പകരം ആരോടെങ്കിലും അങ്ങോട്ട് ചെല്ലാൻ. പിന്നെ നേരിട്ട് ഇക്കയോട് പറയാൻ മടിയായിട്ടാണ് എന്നെ വിളിച്ചത്. എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫസീലയ്ക്ക് വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. അവളെ വരാൻ നീ നിൻ്റെ ഇക്കയോടോ ഒന്ന് പറയണം എന്ന് അദ്ദേഹം പറഞ്ഞു. നവാസിന് അത് കേട്ടപ്പോൾ ദേഷ്യമാണ് വന്നത്. നല്ലൊരു ചടങ്ങ് ഇവിടെ നടക്കാൻ നിൽക്കുകയാണ് മറ്റന്നാൾ. ആ നിക്കാഹിൻ്റെ ആ ഒരു സമയത്ത് അവളെങ്ങാനും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ എല്ലാം മുടങ്ങൂലേ? വേണ്ട, നവാസ് ഗർജിച്ചു. ഷമ്മാസ്, ഹേയ് നോ, വേണ്ട, അവളവിടെ നിൽക്കട്ടെ. അവൾ അവിടെ നിന്ന് പഠിക്കട്ടെ. ഒട്ടും താല്പര്യമില്ല എനിക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഇക്ക, അത് എന്തായാലും കല്യാണത്തിന് മക്കൾക്ക് കൂടെ വേണ്ട. എന്താ, എൻ്റെ മക്കളെ ഇതുവരെ നോക്കിയത് ഞാനും എൻ്റെ ഉമ്മയും നീയൊക്കെ തന്നെയല്ലേ. ഇനി ഇപ്പോഴായിട്ട് അവൾ എന്ത് കാര്യത്തിന് കയറി വരുന്നത്? ഷമ്മാസ്, എനിക്കൊട്ടും താല്പര്യമില്ല കേട്ടോ. അതിനെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ എനിക്കിഷ്ടമല്ല. പ്ലീസ്, എനിക്ക് ആ മുഖം കാണുന്നത് എനിക്കിഷ്ടമല്ല. അത്രക്കും. ഒരു നിമിഷം ഷമ്മാസ് വിചാരിച്ചു, അപ്പോൾ ഫോണത്തെ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിലോ? അല്ല ഷമ്മാസ്, ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, അതെന്തായി?
അത് കേട്ടപ്പോൾ ഷമ്മാസ് എന്ത് പറയണമെന്നായിപ്പോയി. കാരണം കുടുംബബന്ധം ഒരിക്കലും മുറിക്കാൻ പാടില്ല എന്ന് ഷമ്മാസിന് അറിവുള്ളത് കൊണ്ട് തന്നെ വലിയ ഇഷ്യൂസൊക്കെ ഒഴിവാക്കി ഷമ്മാസ് പറഞ്ഞു. അത് ചെറിയ രീതിയിലുള്ള കോള് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഫ്രണ്ടിനാണ്. പിന്നെന്ന് വെച്ചാൽ അവരിങ്ങനെ ഓരോ ചെറിയ രീതിയിൽ ഗൂഢാലോചനകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അല്ലാതെ എന്തൊക്കെ തന്നെയല്ലേ എന്നോട് മിണ്ടാതെ പറയാതെ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോണത്. ഇതൊരു തവണ മല്ലല്ലോ ഷമ്മാസേ, പലവട്ടം. ഇനി അവളെ ഈ വീട്ടിലേക്ക് പിടിച്ച് കയറ്റണം എന്നാണ് പറയുന്നത്. നവാസ് ദേഷ്യം പിടിച്ചുകൊണ്ട് അവൾ അലമാരയിൽ അടക്കി വെച്ചിരുന്ന അവളുടെ ഡ്രസ്സ് എടുത്ത് പുറത്തേക്ക് വലിച്ചിട്ടു. എനിക്കിഷ്ടമല്ല ഇവിളി റൂമിലേക്ക് ഇനി വരുന്നത്. ഞാൻ ആകെ വെറുത്തു. കഴിയില്ല ഷമ്മാസേ, മോനെ നിനക്കറിയാട്ടതിനെ പറ്റി ജീവിതത്തിൽ എന്നെപ്പോലെ അനുഭവിച്ച ഒരാണും ഉണ്ടാവില്ല. സത്യമായിട്ടും. അവൻ കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. മുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം ഒക്കെ കേൾക്കുന്നു. ഷമ്മാസിൻ്റെയും നവാസിൻ്റെയും സംസാരം കേൾക്കുന്നു. ഉമ്മാക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നു. ഉമ്മ അതാ വേഗം മോനെ മക്കളെ എവിടെ റബ്ബേ മക്കൾ, ഷാമോനും കയറിപ്പോയോ? ഉമ്മ പതുക്കെ ആ കോണിപ്പടി കയറി പോകുന്നു. അല്ല മക്കളെ, എന്താ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ കാര്യപ്പെട്ട് വർത്താനം പറയാനല്ലോ? ഉമ്മ ഒന്നുമില്ലമ്മ, അത് പറയടാ എൻ്റെ കുട്ടി പറയേ. ഉമ്മയോട് അത് പറയരുത് എന്നാണ് ഷമ്മാസ് ആഗ്രഹിച്ചിരുന്നത്. ഒരു പക്ഷേ ഉമ്മാക്ക് അതൊരു ടെൻഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അവസാനമായി അത് നവാസ് പറയുന്നു. ഉമ്മ കേട്ടോ നിങ്ങൾ അവൾ പറഞ്ഞത്? അവൾ അവിടെ എത്തിയിട്ടുണ്ടത്രേ ആങ്ങളയുടെ വീട്ടിൽ, അവളെ കൊണ്ടുവരാൻ പോകണമെന്ന്. അത് നവാസ് പോകില്ല. മോനെ എന്തേ കേൾക്കണേ? വന്നു അവള്? അപ്പോൾ ആ ഉമ്മ വന്നിട്ടുണ്ടത്രേ. അതാണത്ര ഇവനെ വിളിച്ച് പറഞ്ഞത്, അവളുടെ ആങ്ങള. എനിക്ക് വിളിച്ചാൽ ഞാൻ തിരിച്ച് ഒരു പക്ഷെ എന്തെങ്കിലും വല്ലതും പറയുമെന്ന് കരുതിയിട്ട് ഷമ്മാസ് പിന്നെ അത്ര അങ്ങ് പറയില്ലല്ലോ, കുറച്ചൊക്കെ ക്ഷമിക്കുന്ന ആളല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് ഒഴിവായി കിട്ടി. ഒരു പക്ഷേ ഞാനെങ്ങാനും ആ ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് വിളിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും ഞാൻ കേട്ടോ. ഭാഗ്യത്തിന് അവൻ്റെ ഫോണിലേക്ക് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. മോനെ ഇനിയിപ്പോൾ മറ്റന്നാളാണ് റബ്ബേ, എല്ലാവരും എത്തിത്തുടങ്ങി. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നാവും, അതാ പേടി. ഓളെങ്ങാനും പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നെ ഓളെ ഞാൻ ബാക്കി വയ്ക്കില്ല. ഉമ്മ നിങ്ങൾ നോക്കിക്കോളി, ഞാൻ ജയിലിൽ പോയാലും വേണ്ടില്ല ഒരിക്കലും അവളെ. അവളെങ്ങാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കട്ടെ, ബാക്കി ഞാൻ പറയാം. മോനെ അങ്ങനെ നീ പറയല്ലേ, എനിക്ക് പേടിയാണ് റബ്ബേ. സമാധാനത്തോടു കൂടി ഈ കല്യാണം കൊണ്ട് മുന്നോട്ട് പോയി ഒന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ എന്നിട്ട് വന്നാൽ മതിയായിരുന്നു അവൾക്ക്. അവൾ ഇങ്ങോട്ട് വരുന്നില്ല. അവൾ വരുന്നത് എനിക്കൊന്ന് കാണണം. നവാസ് അല്പം ദേഷ്യത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. അവൾ അവളുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോവുക, തോന്നുമ്പോൾ തിരിച്ചു വരിക. നടക്കൂല മക്കളെ ഇതൊന്നും. ഇനി ഒരിക്കലും ഞാനതിൽ കൂട്ടു നിൽക്കില്ല എന്ന് മാത്രമല്ല, ഒരിക്കലും എനിക്ക് അവളോട് തന്നെ താല്പര്യമില്ല. കാരണം അത്രക്കും വെറുത്തു പോയി ഉമ്മ, ഇനി കഴിയില്ല മോനെ. ഉമ്മ ദയനീയതയോടെ വിളിച്ചു. ഉമ്മക്ക് ടെൻഷനുണ്ട്. ഒരിക്കലും ഉമ്മ അറിയരുതെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ ഇക്കയോട് പറയാതിരിക്കുന്നത് തെറ്റല്ലേ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഉമ്മ അറിയുന്ന കാര്യം വേണ്ട. ഉമ്മ അങ്ങനെയൊന്നല്ല പറഞ്ഞത് അവളുടെ ആങ്ങളുടെ വീട്ടിലുണ്ട്, ആരെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ വരുമോ എന്നാണ് ചോദിച്ചത്, മറ്റൊന്നുമല്ല. എൻ്റെ റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഈ കല്യാണം കഴിഞ്ഞിട്ട് നീ നോക്ക മോനെ. എൻ്റെ പൊന്നാര കുട്ടിയെ, ആ വാത്തക്ക് എൻ്റെ കുട്ടി തിരരുതിട്ടോ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞോട്ടെ, ഓളെന്തായാലും കൂടൂല, എനിക്ക് ഉറപ്പുണ്ട്. എത്ര പരിപാടികൾ ഓൾ ഈ വീട്ടിലിവിടെ ഇരിക്കില്ലായിരുന്നോ? എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് വിളിച്ച് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുക. ഇതൊക്കെയാണ് ഓളെ പരിപാടി. എൻ്റെ റബ്ബേ എന്തൊരു ഇടങ്ങാറാണിത്. പഠിച്ചോനെ, എൻ്റെ കുട്ടീൻ്റെ കല്യാണം ഒന്ന് മുടങ്ങാഞ്ഞാൽ മതിയായിരുന്നു റബ്ബേ. എനിക്കൊരു സമാധാനമില്ല. ഓളെന്ന് വെച്ചാൽ അത്രക്കാരിയാണ്. അത് മാത്രമല്ലായിരുന്നു ഷമ്മാസിന് ഭയം. കാരണം ഹുസൈനാജി അതുമായുള്ളൊരു ബന്ധം, അവൾ ഇതെല്ലാം അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ വിശ്വസിക്കാനൊന്നും പറ്റില്ല. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും മുഖത്ത് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലും അതെന്തെങ്കിലും മുടക്കണം എന്നെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ
അതും ടെൻഷനാണ്. റബ്ബേ, നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഒരു ജീവിതം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്കായിട്ട് എന്തൊക്കെ തന്നെയാലും ഇതിനങ്ങോട്ട് ഒരുങ്ങി ഇത് കഴിഞ്ഞ് കിട്ടിയിട്ട് വന്നാൽ മതിയായിരുന്നു. അവള് പഠിച്ചോനെ, ഷമ്മാസിൻ്റെ മനസ്സിലും ടെൻഷനാവുകയാണ്. ഷമ്മാസ്, വിളിച്ചു പറഞ്ഞേക്ക് താല്പര്യമില്ലെന്ന്. നിനക്കല്ലേ അയാൾ വിളിച്ചത്? താല്പര്യമില്ല അവനക്ക് ഇത് വിളിച്ചു പറഞ്ഞേക്ക്. ഞാൻ അയാളുടെ മിണ്ടാന്ന് പറയാനൊന്നും പോണില്ല. ഇക്ക, അയാളുടെ പെങ്ങളല്ലേ അങ്ങനെ ചെയ്തത്, അതിനിപ്പോൾ പറഞ്ഞേക്ക് വരില്ല എന്ന്. ആ ഒരു ആഗ്രഹം മനസ്സിൽ വെക്കാൻ പറ. ഒരിക്കലും ഞാൻ പോകില്ല, എനിക്ക് അവളെ ഇഷ്ടമല്ല. എന്നാൽ ആ സമയം കുഞ്ഞുമക്കളതാ അങ്ങോട്ട് വരുന്നു. ഉമ്മമ്മ, ഉമ്മച്ചിനെ കൊണ്ടുവരാൻ പോകുന്നില്ലേ എന്നുള്ള ആ ഒരു വാക്ക് ശരിക്കും ആർക്കും സങ്കടം വന്നു പോവും. ആ മക്കളെ വിചാരിക്കുമ്പോൾ ഉമ്മ അതാണ് പറയുന്നത്. നവാസിനും ഷമ്മാസിനും ഒക്കെ അത് തന്നെയാണ്. മക്കളെ വിചാരിക്കുമ്പോൾ അത് മാത്രമാണ്. എന്നാൽ ഉമ്മ ഒരു വാക്ക് പറഞ്ഞു. മക്കളെ, എൻ്റെ നവാസേ, എന്നോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഈ എൻ്റെ കെട്ടി പെണ്ണുങ്ങളാണ്. എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ഓളെ പോയി കൊണ്ടുവരാം. തൽക്കാലം എൻ്റെ കുട്ടി വേറെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി 2 ദിവസം താമസിപ്പിക്കണം. ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. എന്തായാലും ഓളോട് ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് എൻ്റെ കുട്ടി എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ എൻ്റെ മോനെ ഒരിക്കലും അവൾ ഒഴിവാക്കണമെന്നോ വേറെ കല്യാണം കഴിക്കണമെന്നോ ഒന്നും ഉമ്മ പറയുന്നില്ല. അതൊക്കെ തെറ്റാണ്, ഭാര്യ ഉണ്ടായിക്കൊണ്ട്. പക്ഷെ ഓള് ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ അതിലേറെ വിഷമമാണ്. അതിനൊന്നും ഇപ്പോൾ ഞാൻ നിർബന്ധിക്കണില്ല. എല്ലാ തീരുമാനങ്ങളും ഇതാ അനക്ക് വിട്ട് തന്നിക്കണ്. എൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കാണിച്ചോ. പക്ഷേ ഈ 2 ദിവസം എൻ്റെ പൊന്നുമോനെ അവളങ്ങോട്ട് കൊണ്ടുവരരുത്. ഉമ്മ എന്ത് നിങ്ങളീ പറയുന്നത്? ഞാനിങ്ങനെ അവളെ കൊണ്ടുവരുമോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടെന്ന്. ഇനി അവളെ കഴിയൂല. എനിക്ക് അവൾ വിചാരിച്ച പോലെ ഒന്നല്ലമ്മ. ഒരിക്കലും ഇതുവരെ കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു മനസ്സിന്. ഇപ്പോൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ മനസ്സിനുള്ളിലെ ഒരു ഭയമാണ്, ആകപ്പാടെ ഒരു ബേജാറാണ്. എന്നാൽ ഈ സമയം ഫസീലയുടെ വീട്ടിൽ ആങ്ങളുടെ ഭാര്യ, അല്ല ഫസീല, എൻ്റെ തെണ്ടല്ലേ കഴിഞ്ഞ് ഈ തിരിച്ചെത്തില്ലേ? അല്ല എന്തെൻ്റെ മുഖത്തൊരു പൊള്ളലേ? അത് എണ്ണ പറഞ്ഞതാണ്, എണ്ണ തെറിച്ചതാണ്. എവിടുന്ന്? ഈയന് കുക്ക് ചെയ്യലുണ്ടോ? അവിടെ എൻ്റെ ഉമ്മല്ല കുക്ക് ചെയ്തരല്ലേ? പിന്നെങ്ങനെ? നാത്തൂനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ പല വിദ്യകളും പ്രയോഗിക്കുന്നു. അവൾ വീണ്ടും വീണ്ടും ഫസീലയോട്, ഫസീല, ഈ കാട്ടിയത് പറ്റ തെറ്റാണ് കേട്ടോ, പരമ ബോറാണ്. ഇങ്ങനൊന്നും ഒരു പെണ്ണും കാട്ടാൻ പാടില്ല. എത്ര ദിവസമായിക്കണേ എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട്? എവിടേക്കാണ് പോയത്? ഒന്നുമില്ലെങ്കിൽ എൻ്റെ മാപ്പിളിനെ കുട്ടികളെങ്കിലും എനിക്കൊന്ന് കൂട്ടിക്കൊണ്ടേ കൂടി നേടി. എന്നിട്ട് ഇവിടെ വന്ന് കയറിയത് അത് പറയും. കുറേ സമയം അവൾ മിണ്ടുന്നേ ഇല്ലായിരുന്നു. നാത്തൂന് നല്ല കനത്തിലായിരുന്നു. എന്നാൽ അവളുടെ ആങ്ങള പറഞ്ഞു, എന്താടി എനിക്കൊന്നും മിണ്ടിക്കൂടെ ഫസീലയോട്? ആ കണ്ട പോലെ നടക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ അങ്ങനെ മിണ്ടിക്കൊണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കൽ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? അങ്ങനെ നടക്കുന്ന പെങ്ങന്മാരൊക്കെ വീട്ടിൽ കയറ്റാൻ പാടുണ്ടോ? ഓൾ എവിടെയായിരുന്നു നിങ്ങൾക്കറിയോ? എവിടുന്നാ പോളെ കിട്ടിയത്? ഏതോ ഒരു മാർക്കറ്റിൽ നിന്നോ? ഇഷ്, എന്താണ് മടിയാണ് ഇത് ഇങ്ങോട്ടാ വലിഞ്ഞു കയറി വന്നിക്കണ്. പിന്നെ വേഗം പറഞ്ഞേക്കാൻ നോക്കി, എനിക്ക് മാനക്കേടാണ്. എൻ്റെ വീട്ടുകാരൊക്കെ ഇവിടെ വരുന്നതാണ്. എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ എന്താ ഞാൻ പറയാ? എൻ്റെ റബ്ബേ, ഞാൻ എന്ത് ചെയ്യുക? ഒന്നിൻ്റെ പെങ്ങളാണ്, ഒന്നിൻ്റെ പെണ്ണുങ്ങളാണ്. രണ്ടിനും ഇട്ടെറിഞ്ഞാൽ പോലെ ഇരിക്കും. അവളുടെ ആങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നു. ഫസീലയുടെ നാത്തൂനെ ഒന്നും മിണ്ടുന്നില്ല, കനത്തിലാണ്. അപ്പോഴാണ് അവൾ തിരിച്ചു മിണ്ടിയത്. എന്താ താത്ത എന്നോട് മിണ്ടാ ഒരു പ്രയാസം നിങ്ങൾക്കൊക്കെ? നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാ? ഫസീല, നാവടക്കി വെക്കിട്ടോ. എൻ്റെ അമ്മായിമാനോട് പറയണ പോലെ ഇവിടെ പറയാൻ പറ്റില്ല, ഓർത്തോ. സൂക്ഷിച്ച് സംസാരിച്ചാൽ നിനക്ക് നന്ന്. അതല്ല, എന്ത് കാര്യത്തിന് ജി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയി ഇങ്ങോട്ട് കയറി നിൽക്കണേ? എനിക്ക് അങ്ങോട്ടാണ് പോയിക്കൂടെ? അതല്ല എൻ്റെ വീട്, എൻ്റെ മാപ്പിളയും കുട്ടികൾ നിൽക്കുന്ന വീടതല്ലേ? ഓള് കാണാൻ തെറ്റിയാ അങ്ങോട്ട് ഓടി വരണേ. എൻ്റെ സ്വന്തം വീട് എൻ്റെ ബാപ്പയും ഉമ്മയുണ്ട്, അങ്ങോട്ട് പോയിക്കോ. അവിടെ പോയാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഇവിടെയാണോ സമാധാനം? അതെ, 1-2 ദിവസം ക്ഷമിക്കും ഞാൻ. അത് കഴിഞ്ഞാൽ ഇവിടെ നിർത്തൂല കേട്ടോ. ഒരു കണക്കുണ്ട്, കെട്ടിച്ച് വിട്ട പെങ്ങന്മാരത് നോക്കാനുള്ള ബാധ്യതയൊന്നും ഞമ്മക്കില്ല, ആങ്ങളാർക്കൊന്നും. അല്ലെങ്കിൽ പിന്നെ ചിലവിനുള്ള പൈസ ഇവിടെ കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാം. അത് വെറുതെ നിൽക്കണം എന്ന് എനിക്ക് ഉദ്ദേശം വേണ്ട. വീട്ടിലത്തെ എല്ലാ ജോലികളും ചെയ്യേണ്ടി വരും.
പോരാത്തിന് ഫുഡിൻ്റെ ഒക്കെ പൈസയും തരേണ്ടി വരും. എന്താ തൻ്റെ നാത്തൂൻ്റെ ഈ ഒരു എച്ചിക്കണക്ക് അതൊരിക്കലും അവൾ ഇത്രമാത്രം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ആദ്യമൊക്കെ വരുമ്പോൾ എന്തൊരു തേനും പാലും ആയിരുന്നു. ഇപ്പം ഇവിടെ സ്ഥിരമായി എന്ന് കണ്ടപ്പോൾ അവൾ എങ്ങനെയെങ്കിലും ഫസീലയെ പുറത്ത് ചാടിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്ത് നല്ല മുഖമൊക്കെ ആയിരുന്നു. എൻ്റെ ഓരോ കെണികൾ കൊണ്ട് തന്നെ എൻ്റെ മുഖത്തൊക്കെ പൊള്ളലേറ്റത് തോന്നുന്നുണ്ടല്ലേ. കുറച്ചൊക്കെ ആണുങ്ങളെ വീട്ടിൽ അടങ്ങി ഒരുങ്ങിയൊക്കെ നിൽക്കണം. ഫസീലക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയില്ല. അവസാനമായി അവൾ പറഞ്ഞു, അതേ എൻ്റെ ആങ്ങളൻ്റെ പെണ്ണുങ്ങളല്ല നിങ്ങൾ, എൻ്റെ ആങ്ങളുടെ പെങ്ങളാണ് ഞാൻ. അപ്പോൾ എനിക്കുണ്ട് ഈ വീട്ടിൽ കുറച്ച് അവകാശവും കാര്യങ്ങളൊക്കെ. അല്ലാതെ പെണ്ണുങ്ങൾക്ക് മാത്രം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എൻ്റെ ആങ്ങളാണ് നിങ്ങളെ കെട്ടിയിരിക്കുന്നത്, അത് നിങ്ങൾ മറക്കണ്ട. ഫസീല നാവടക്കിക്കോട്ടോ. ഈ എന്നോട് ചിലക്കാൻ വരല്ലേ. എന്നോടങ്ങനെ ചിലക്കാൻ വന്നാൽ നല്ല നാവ് ഞാൻ അരിയും. ഈ നോക്കിക്കോ, ഈ ആളാകെ ആന വിളവത്തിയാണ്. ഈ കാണ്ട പോരൊന്നല്ല. സാധാരണ പെണ്ണുങ്ങളെ ബുദ്ധിയല്ല എനിക്കുള്ളത്. പരമ ചറ്റത്തിലേ ചെയ്യുള്ളൂ അല്ലേ. എന്തൊക്കെ കള്ളക്കളികൾ ചൊപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി അറിയായിട്ടൊന്നല്ല. അത് കേട്ടുകൊണ്ടാണ് ആങ്ങള അങ്ങോട്ട് കയറി വന്നത്. എന്താ അവിടെ ബഹളം, എന്താ പ്രശ്നം? ഫസീല അങ്ങോട്ട് മാറിക്ക്. എന്താടേ? ഇക്കാക്ക കണ്ടില്ലേ, എൻ്റെ നാത്തൂനാണ് പോലും എന്നെ ഇവിടെ നിൽക്കാൻ അയക്കണില്ല. നിൽക്കണീന് ചിലവിന് പൈസ വേണം, വീട്ടിലത്തെ പണിയെടുക്കണം, അങ്ങനെയൊക്കെ പറയണത്. എന്താ റബ്ബേ ഞാനിത് ചെയ്യാം. അങ്ങനെയാണ് ഷമ്മാസിന് നേരെ അവൻ വിളിക്കുന്നത്. ആർക്ക് വിളിക്കണം എന്ന് ഒരു പിടുത്തമില്ലായിരുന്നു. അളിയനെ വിളിച്ചാൽ ഒരു പക്ഷേ അളിയൻ എടുക്കില്ലായിരിക്കും എൻ്റെ നമ്പർ കാണുമ്പോൾ. അളിയന് എന്തൊക്കെ തന്നെയായാലും ഇവളിങ്ങനെയൊക്കെ പോയതല്ലേ, അപ്പോൾ പിന്നെ വേണ്ട. ഷമ്മാസ് പിന്നെ നല്ല ചെക്കനാണ്, ക്ഷമയുള്ള ചെക്കനാണ്. അവന് അത്ര മോശക്കാരനൊന്നല്ല. അവന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. അങ്ങനെയാണ് ഷമ്മാസിൻ്റെ ഫോണിലേക്ക് അവളുടെ ആങ്ങളെ വിളിക്കുന്നത്. ആ സമയത്താണ് ഷമ്മാസ്, നുസൈബ, ഉമ്മ ഇവരെല്ലാവരും കൂടി ജ്വല്ലറിയിൽ നിന്ന് മഹ്റമെടുത്ത് ഇറങ്ങിയത്. ഹലോ ഷമ്മാസേ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ ഫസീലയുടെ ആങ്ങളെയാണ്. എന്തേക്കാ? അത് അവളിവിടെ എത്തിയിട്ടുണ്ട്. അവൾ എന്താ പറയുക, എനിക്കറിയുന്നില്ല. കുറച്ച് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കൊണ്ടുപോവോ അവളെ? ഇക്കയോടൊന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഇവിടെ ഇത് നടക്കും തോന്നുന്നില്ല. കാരണം രണ്ടാളും, എൻ്റെ ഭാര്യയും എൻ്റെ പെങ്ങളും ഭയങ്കര തല്ലും പ്രശ്നമാണ്. അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ദയവായി ഒന്നവളെ കൊണ്ടുപോവോ? അത് കേട്ടപ്പോഴാണ് ഷമ്മാസിൻ്റെ മുഖം വല്ലാതെയായത്. അത് ഇക്കയോട് പിന്നീട് പറഞ്ഞതും ഉമ്മക്ക് മനസ്സിലായിരുന്നു ഷമ്മാസിൻ്റെ മുഖം വാടിയപ്പോൾ അവനെന്തോ ടെൻഷനായി എന്നുള്ളത്. സംഭവം ഇതാണ്. ഫസീലയ്ക്ക് അവിടെ നിൽക്കാൻ ഒരു പൊറുതിയുമില്ല. നാത്തൂന് ചീത്ത പറയാണ്. ഇന്നും പോകാനായില്ലേ? എന്താപ്പത്, എന്നും ഇവിടെ തന്നെ കഴിയുന്ന പ്ലാനിങ്? ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ. ഇവിടെ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല. അഥവാ നിൽക്കുകയാണെങ്കിൽ തന്നെ അകത്തേക്കൊന്നും പ്രവേശിക്കാനും പറ്റില്ല. അടുക്കളയിലത്തെ ജോലിയായിട്ട് ഇവിടെ നിന്നോ, ഒരു വേലക്കാരത്തിയെ പോലെ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെങ്ങളാന്ന് വിചാരിച്ചിട്ട് ഫ്രീ ആയിട്ട് ഫുഡും കാര്യങ്ങളും റൂമൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. അതിനുള്ള പൈസ അങ്ങോട്ട് തന്നോ, അങ്ങനെ നിൽക്കേണ്ടി നിന്നോ. എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഉളുപ്പില്ലാതെ വീണ്ടും വീണ്ടും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ നാണല്ലല്ലോ എനിക്ക്. സ്വന്തം വീട് അവിടെ കിടക്കുന്നുണ്ട്, ഉമ്മയും ബാപ്പയും അവിടെ ഉണ്ട്, ചെറിയ അനിയനുണ്ട്. അവിടേക്കൊന്നും ഓള് പോവില്ല. ഓടി ഇങ്ങോട്ടേ കയറി വരുള്ളൂ. പിന്നെതാ അവിടെ ഓളെ മാപ്പിള, മക്കള്, കുട്ടികൾ അടയ്ക്കുണ്ട്. എന്നാലും ഒരു സമാധാനം പോയി കിട്ടി വന്ന് കയറിയതോട് കൂടി. ഇത് കാര്യത്തിനാവും ഇങ്ങോട്ട് കയറി വരണേ. ഇത് കാണും ഇങ്ങോട്ട് പണ്ടാറടക്കണ്. അവൾ ചീത്ത പറഞ്ഞുകൊണ്ടേയിരുന്നു. ഫസീലയുടെ മനസ്സിൽ എന്തൊക്കെയോ. എന്തപ്പോൾ ചെയ്യുക, എല്ലാത്തിനും കൂടി വിഷം കൊടുത്തിട്ട് കൊല്ലാണ് വേണ്ടത്. അവിടെയുണ്ട് ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ മറ്റന്നാൾ ആകെ 2 ദിവസമേ ഉള്ളൂ അവൻ്റെ കല്യാണം. അവൻ്റെയും കല്യാണം നടക്കാൻ. എനിക്ക് ഭ്രാന്താകുന്ന എനിക്ക് തോന്നുന്നത്. അത്രക്കും ഞാനൊരിക്കലും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കല്യാണം അവിടെ അത് നടക്കാൻ പോകണേ. എനിക്ക് ആ ഷമ്മാസിനെ കിട്ടിയാലുണ്ടല്ലോ, ഞാൻ കഴുത്ത് ഞെരിച്ച് ഞാൻ. നുസൈബ വീട്ടിലേക്ക് വന്ന് അവിടെ ഇനി വിലസും വലിയ ആളായിട്ട് ഉമ്മയുടെ ഇഷ്ടപ്പെട്ട മരുമകളായിട്ട് കാണിച്ചു കൊടുക്കാം. എന്നെ ഒഴിവാക്കി എവിടെയും ഇവിടെ ഇട്ടിട്ട് തിരഞ്ഞ പോലും വരുന്നില്ലല്ലോ. അത്രക്കും ഒരു സ്നേഹമില്ലാത്ത ജന്തുക്കളായിപ്പോയി.
ഞാൻ ആ ഹുസൈനാജിയുടെ തടവറയിൽ കിടന്നിട്ടും ഇവിടെ ആയിട്ട് എവിടെ ആയിട്ടും എന്നെക്കുറിച്ച് ഒരാളും അന്വേഷിച്ചില്ല. വല്ലാത്തൊരു ഭർത്താവും മക്കളും. ഇവരെയാണല്ലോ എത്രയും ദിവസം ഞാനിങ്ങനെ ഭർത്താവും മക്കൾ എന്നൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് നടന്നിരുന്നത്. എല്ലാത്തിനും കൊല്ലാണ് വേണ്ടത്. വരട്ടെ, അവൾക്കുള്ളത് എങ്ങനെയെങ്കിലും ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെണി അതിന് ഒപ്പിക്കും. നോക്കിക്കൊണ്ടി, അവൾ കോളേജിലേക്ക് പോകുന്ന ആളാണല്ലോ. കോളേജിലേക്കൊക്കെ പോകുമ്പോഴേ എന്തെങ്കിലും ഒരു പണി ഞാനെടുത്ത് ഷമ്മാസിനെ കൊണ്ട് വെറുപ്പിച്ചിട്ട് നിൽക്കുള്ളൂ. അല്ലാതെ ഫസീൽ ഇവിടെ വെറുതിരിക്കൂല. എനിക്കിനിപ്പോൾ എത്ര പ്രഹരങ്ങൾ ആരെ കയ്യിൽ നിന്ന് എന്ത് ചീത്ത കിട്ടിയാലും വേണ്ടില്ല, ഞാൻ എൻ്റെ പണി തുടരും. സമ്മതിക്കില്ല. എങ്ങനെങ്കിലും അവളെ വെറുപ്പിക്കും ഞാൻ. വെറുപ്പിച്ചിട്ട് അവർക്ക് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സമ്മതിക്കരുത്. കുട്ടികളുണ്ടാവരുത്. കുട്ടികളില്ലാത്തതിൻ്റെ പേരിലാണ് ഫൈസൽ ഒഴിവാക്കിയത് എന്നുള്ള ആ ഒരു കഥ ഞാൻ എല്ലായിടത്തും പറഞ്ഞ് പരത്തും, ഉറപ്പാണ്. കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ലുസൈബയെ ഒഴിവാക്കി ഫൈസൽ. അന്തമില്ലാത്ത ഷമ്മാസ് ആ പെണ്ണിനെ കെട്ടി. കുട്ടികളില്ല വീണ്ടും. ഒരിക്കലും കുട്ടികളുണ്ടാകാൻ പാടില്ല, അതിനെ ഞാൻ സമ്മതിക്കൂല. അവർ നാണം കെടണം, മാനം കെടണം. ആളുകളൊക്കെ പറയണം മറ്റോന് കുട്ടികളിലേറ്റ് ഒഴിവാക്കിയത്, ഇപ്പം ഇവൻ കെട്ടിയപ്പോഴും കുട്ടികളില്ല, ആകെപ്പെട്ടു. അങ്ങനെ വേണം. എല്ലാവരോടും ഇതൊന്ന് അറിയിക്കണം. മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഒഴിവാക്കിയതിനെ ഇളച്ചൻ കെട്ടുകയാണ്, അങ്ങനെ നാണം കെടുത്തണം എല്ലാവരും ഇടയിലിട്ട്. അവളുടെ പ്ലാനുകൾ ഇങ്ങനെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അതാ അവളുടെ നാത്തൂൻ വന്ന് വിളിക്കുന്നു. ഫസീല, എന്താ അവിടെ? ഇങ്ങോട്ട് പോന്നാ. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല റൂമിലൊന്നും പോയി ഇങ്ങനെ ഇരിക്കരുത് എന്നുള്ളത്. ഇജെന്താ അവിടെ പോയിരിക്കണത്? അനക്കുള്ള സ്ഥലത്ത് അവിടെ അടുക്കള സ്റ്റോർ റൂം ആ ഭാഗത്ത് നിന്നാൽ മതി. ഉള്ള ബെഡിലും സോഫയിലൊന്നും കയറി നിറങ്ങാൻ നിൽക്കണ്ട കേട്ടോ. എൻ്റെ സ്വഭാവം അത്ര ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. ആങ്ങളെ വരുമ്പോൾ വല്ലാതെ ഒന്നും അവളെ ചീത്ത പറയില്ല, പക്ഷെ ആങ്ങളെ ഇല്ലാത്ത സമയത്ത് നല്ല രീതിയിൽ. എന്നാൽ ഫസീലയും വിട്ടുകൊടുക്കുന്നില്ല. താത്താ, നിങ്ങൾ വല്ലാതെ ചിലക്കല്ലേ, ഇവിടെ ഇരിക്കാൻ എനിക്കും അവകാശമുണ്ട്. ഇത് എൻ്റെ ആങ്ങളുടെയും കൂടി വീടാണ്. ആര് പറഞ്ഞു നിങ്ങളുടെ ഒറ്റക്ക്? നിങ്ങൾ വന്നപ്പോൾ വീടായിട്ട് വന്നതിൻ്റെത് എൻ്റെ ആങ്ങളെ നയിച്ചുണ്ടാക്കിയ വീടാണിത്. അപ്പോൾ പെങ്ങളായി എനിക്കും കുറച്ച് അവകാശങ്ങളൊക്കെ ഉണ്ട്. നീ ഒന്ന് പോടി അവകാശകാരത്തി. ഭർത്താവിനെയും മക്കളൊക്കെ ഇട്ടെറിഞ്ഞ് കണ്ടവരെ കൂടെ നടക്കണ എനിക്കിപ്പോൾ എന്ത് അവകാശം? ഇവിടെ എനിക്കും സ്ഥാനമല്ല. ചിലക്കരുത് കേട്ടോ, അനാവശ്യം പറയരുത്. ഇവിടെയൊക്കെ ആകെ പാട്ടേക്കണ്. മറ്റേതോ ചെങ്ങനെ കല്യാണം കഴിച്ചോന്നോ? താത്ത മിണ്ടിപ്പോവരുത്, അനാവശ്യം പറയരുത്. നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? ഞാൻ ആരെ കല്യാണം കഴിച്ചെന്നാ? ഇവിടെ അറിയാം മോളെ, ഇജ് ആരെ കല്യാണം കഴിച്ചിരിക്കണം, ആരപ്പോൾ കഴിഞ്ഞെന്നൊക്കെ. എല്ലാവർക്കും ഇവിടെ പാട്ടാണ്. ഇനി എൻ്റെ മാപ്പിള എന്നെ തിരിച്ചെടുക്കൂല. ഈ നോക്കിക്കോ, എവിടെങ്കിലും പോയി ആദ്യം ജീവിച്ചോ, അതായിരിക്കും നല്ലത്. കയ്യിൽ കിട്ടിയ ഒരു സാധനം എടുത്ത് അതാ ഫസീല താത്തയുടെ നേർക്ക്. ദേ ഇന്നെങ്ങനെ എറിഞ്ഞാലുണ്ടല്ലോ, എൻ്റെ ആ സ്വഭാവം ഉണ്ടല്ലോ, എന്തൊരു ചെയ്ത്താനാ റബ്ബേ ഇത്. ഞാൻ ഉമ്മാക്കും ഉപ്പാക്കും വിളിക്കട്ടെ, എന്നെ ഉപദ്രവിക്കാൻ വരികയെന്ന് പറഞ്ഞിട്ട്. നേരെ അതാ അവൾ ഫോൺ എടുക്കുന്നു, അവളുടെ ഉമ്മാക്ക് വിളിക്കുന്നു. ഹലോ പൊന്നാരമ്മ, നിങ്ങൾ ഈ പിരാന്തത്തി മോളൊന്ന് കൊണ്ടുപോകും നിങ്ങൾ. എന്താ അവളവിടെ എത്തിക്കണോ? നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലേ? അതോ അറിയാത്ത പോലെ അഭിനയിക്കേ? തീരെ സുഖമില്ല തോന്നുന്നുണ്ട്. ഇന്നൊക്കെ ഇത് പലതിടത്ത് എറിയാൻ നിൽക്കണ്. എന്തൊരു ചീത്ത കേൾക്കണെന്നോ. ഇവിടെ ഒരു സ്വസ്ഥമായ സമാധാനത്തോടുകൂടി നിൽക്കുമ്പോൾ ഭ്രാന്തങ്ങളെ മോൾക്ക് കൊണ്ടേയിടി എവിടെയെങ്കിലും കുതിരവട്ടത്തെങ്ങാനും. എല്ലാവരും മനുഷ്യന്മാരെ ചീത്ത എണ്ണുകൊണ്ടും ഇതായിക്കൊണ്ട് നിൽക്കണേ. ഇങ്ങനത്തെ ഭ്രാന്തത്തികൾക്ക് പിന്നെ എന്താ ചെയ്യുക? ഇവിടെ നിർത്തൂല കേട്ടോ, നിങ്ങൾ ആ പൂതി മനസ്സിൽ വെക്കണ്ട. ഉമ്മ ദേഷ്യം പിടിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ഓൾക്കത് വേണം. ഓൾ നിലക്ക് നിൽക്കുകയാണെങ്കിൽ ഒന്നും പറ്റൂലായിരുന്നു. നല്ലൊരു മാപ്പിളയും പെരക്കാരുള്ള പെണ്ണാണ്. ഓളതൊക്കെ ഓൾക്ക് വിട്ടെറിഞ്ഞ് പോയതല്ലേ. കുറച്ച് കേൾക്കട്ടെ. രണ്ടാളും കൂടി ചീത്ത പറിച്ച് തുടങ്ങിക്കൊണ്ട് രണ്ടും കണക്കാ. മോളും കണക്കാണ്, മരോളും കണക്കാണ്. ഞാൻ ആരെ ഭാഗത്തേക്കില്ല. എന്തെങ്കിലുമൊക്കെ ആട്ടെ, ഇങ്ങോട്ട് വിളിക്കും വേണ്ട. വീണ്ടും അതാ ഫോൺ ബെല്ലടിക്കുന്നു. ഫോണ് കട്ട് ചെയ്തൊരു. പക്ഷെ ഉമ്മ ഫോൺ എടുത്തില്ല. എന്തിന്? നേരെ അതാ നാത്തൂന് അവളുടെ ആങ്ങൾക്ക് വിളിക്കുന്നു. ഹലോ എൻ്റെ പൊന്നാരിക്ക, ഒന്നും ഇങ്ങോട്ട് വരുമോ? എന്ത് സംഭവം? നിങ്ങൾ ഈ സുഖമില്ലാത്ത പെങ്ങളൊന്ന് കൊണ്ടുപോയിടുമെങ്കിലും ഇന്നെ ഓരോന്നിടത്ത് ഉപദ്രവിക്കാൻ വരണേ. ഓൾ ഒറ്റയ്ക്ക് അങ്ങനെ ഉപദ്രവിക്കൂല. ഈ എന്തെങ്കിലും അങ്ങോട്ട് നല്ല ചൂടാക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു തന്നെയാണ്. ഈ കണ്ണി കണ്ട ആണുങ്ങളെ കൂടെ പോയി ഇപ്പോൾ
തിരിച്ച് വരില്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു തന്നെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജ്ജാണ് കേട്ട് രണ്ടാമതാണ് തീർത്താളി. എനിക്ക് ആരെ ഭാഗത്തേക്കും നിൽക്കാൻ വയ്യ, രണ്ടും കണക്കാ. അയാളും അതാ അങ്ങനെ പറയുന്നു. പക്ഷെ ഫസീലയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവൾ വേഗം പോയി നല്ലൊരു ബെഡിലും കട്ടിലും അവിടെ പോയി മലർന്നങ്ങ് കിടന്നു. പക്ഷേ അത് നാത്തൂനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളെ മാസ്റ്റർ ബെഡ്റൂമിലാണ് ഇപ്പോൾ ഓള് പോയി കിടക്കുന്നത്, നാണല്ലാത്ത പെണ്ണ്. ഫസീല, ആ ബെഡ്ഷീറ്റ് എങ്ങനെ ചുളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. താത്ത നിങ്ങളൊന്ന് പോയി തരുമോ? ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കും കൂടി അവകാശപ്പെട്ടാണ് ഇവിടെ നിന്ന്. നിങ്ങളൊന്ന് പോയിക്കാണി ഇവിടുന്ന്. എന്തൊക്കെ തന്നെയാലും നാത്തൂനും വിട്ടുകൊടുക്കുന്നില്ല. രണ്ടു പേരും ഭയങ്കര കച്ചറയും. ചുരുക്കി പറഞ്ഞാൽ ആങ്ങള ഇടങ്ങാറാകുകയാണ്. ആങ്ങള വന്നപ്പോൾ തന്നെ പറയുകയാണ്, എൻ്റെ റബ്ബേ ഞാൻ സഹിച്ചു, അതിനെ കഴിയണില്ല, ഇനി കഴിയൂല കേട്ടോ. എങ്ങോട്ടേ പറഞ്ഞേച്ചാണ് അവിടെ കൊണ്ടേ കൊടുത്താളി ഫസീലാനെ. ഓളെ പുതിയാപ്പളിൻ്റെ അടുത്തേക്ക് ചെല്ലി അങ്ങോട്ട്. ഓനവിടെ കുട്ടികളായിട്ട് വെറുതെ ഒക്കെ ചെല്ലി വണ്ടി എടുത്തോളി. കൊണ്ടാക്കി കൊടുക്കാൻ ഞങ്ങളോട് പറഞ്ഞത്, ഇവിടെ ഉള്ള നിർത്തണ്ട. ഈ ആണ്ട് കൊണ്ടേ കൊടുത്തോ, അതായിരിക്കും നല്ലത്. അനക്കാവുമ്പോളേ അനക്ക് പറ്റിയ പണിയാണ്. നാത്തൂനോട് ആങ്ങളത് പറഞ്ഞപ്പോൾ ശരിക്കും നാത്തൂന് ദേഷ്യം പിടിച്ചു. ഒക്കെ കണക്കാ, ആങ്ങൾക്കും പിരാന്താണ് പെങ്ങൾക്കും പിരാന്താണ്. പിന്നെ വല്ലാതെ നാവ് പൊന്തല്ല കേട്ടോ. ഈ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങാതെ ഞാൻ ഇവിടെ ഒന്നും വെച്ചുണ്ടാക്കൂല കേട്ടോ. ഫസീല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ ഈ റൂമിലിരിക്കും, ഒന്നും ഇവിടെ ഉണ്ടാക്കൂല, പറഞ്ഞില്ല എന്ന് വേണ്ട. അത് കേട്ടപ്പോൾ നാത്തൂനോട് പറയണേ, എടീ നീ വെച്ചുണ്ടാക്കിയില്ലെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ സാധനം ഇഷ്ടം പോലെ കിട്ടാണ്ട് ഓർഡർ ചെയ്ത സമയത്തിന് ഇവിടെ എത്തും. അതല്ല എന്നുണ്ടെങ്കിൽ എന്താ ഞാൻ വേറൊന്നിനെ കൊണ്ടുവരണോ? അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം പിടിച്ചു. ഒക്കെ കണക്കാ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നിലക്ക് വാ. രണ്ടു പേർക്കും ഇവിടെ നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ നിൽക്കാം. പ്രശ്നമാക്കണേ രണ്ടിനെയും ഇറക്കി വിടട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട, ഇതെൻ്റെ വീടാണ്, ഞാനെടുത്ത വീട്, അല്ലാതെ ഇതിലൊരു കുട്ടിക്കും അവകാശമൊന്നുമില്ല. അയാളുടെ ആ ഒരു വാക്കിന് മുമ്പിൽ അവൾ ഒന്നും മിണ്ടിയില്ല. ഫസീല കരുതി കൂട്ടിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. അവളുടെ പ്രധാന ലക്ഷ്യം മറ്റൊന്നുമല്ലായിരുന്നു. ഷമ്മാസിൻ്റെയും നുസൈബയുടെയും കല്യാണം അത് നടക്കാൻ പാടില്ല എന്ന് മാത്രം. മറ്റന്നാളെയാണ് ആ ചെക്കന് ആ പെണ്ണിന് മഹർ കൊടുക്കുന്ന ദിവസം, നിക്കാഹ് ദിവസം. എനിക്ക് തീയാണ് എൻ്റെ മനസ്സിൽ, സഹിക്കാൻ പറ്റൂലത്. അവരൊരുമിച്ച് ജീവിക്കണത് എനിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ കളവ് പറഞ്ഞ് നുസൈബാനെ അവനിൽ നിന്ന് അകറ്റണം. അതിനു വേണ്ടി ഞാൻ പ്ലാനിങ് തയ്യാറാക്കുന്നുണ്ട്. നിക്കാഹ് കഴിഞ്ഞാലും 2 ദിവസം തിരക്കിടുണ്ടാവില്ല, 3-ാമത്തെ ദിവസമേ ഷമ്മാസ് വെറുത്ത് തുടങ്ങും. നോക്കിക്കോണ്ടി. അതുവരെ പൂവിട്ട് പൂജിച്ച ആ പെണ്ണ് പിന്നെ പുല്ല് വിലയായിരിക്കും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഷമ്മാസ് അല്ലെങ്കിൽ നുസൈബ ആരെങ്കിലും കൂട്ടുപിടിച്ചിട്ട് ഒരു അവിഹിതം അവരുടെ ഇടയിൽ കെട്ടിച്ചമച്ചുണ്ടാക്കണം. അങ്ങനെ അവർ പരസ്പരം വെറുക്കണം. അതാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഫസീല കാത്തു നിൽക്കുന്നത്. പെട്ടെന്നതാ ആങ്ങള വരുന്നു ഫസീലയുടെ അടുക്കലേക്ക്. ഫസീല, എന്തേക്കാ? ഫസീല, നല്ല രീതിയിലാണെങ്കിൽ ഇവിടെ നിൽക്കാം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും എനിക്ക് തലക്ക് ഭ്രാന്തുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട, നല്ല രീതിയിൽ നിൽക്കണേ ഇവിടെ നിൽക്കാം. ഞാൻ നിൻ്റെ ആളുകളോട് വിളിച്ച് പറഞ്ഞല്ലോ നിന്നെ ഒന്ന് വന്ന് കൊണ്ടുപോകാൻ. ആരെയും വന്നോ? വന്നില്ല. അപ്പോൾ അത്രക്കും വെറുപ്പിച്ചിട്ടാണല്ലോ നീ അവിടെ നിന്ന് വന്നതില്ലേ? കുറച്ചൊക്കെ ഒരു മനുഷ്യന്മാരുടെ ഒരു മാന്യമായി പെരുമാറുന്നെങ്കിലും പഠിക്കണം. നിന്നോട് മാത്രമല്ല അവളോട് കൂടിയാണ്. മാന്യ മര്യാദയിൽ ജീവിക്കുകയാണെങ്കിൽ നല്ല അന്തസ്സോടെ അഭിമാനത്തോടു കൂടി ജീവിക്കാം. അതല്ല ഈ രീതിയിലുള്ള കുത്തുകണികളും ഹറാമും കാട്ടിക്കൂട്ടലുകളും ഇങ്ങനെയുള്ള ഈ ഒരു ദുർമനസ്സൊക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ മാത്രമല്ല എവിടെയും വിജയം ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ താന്നുകൊണ്ടേ നിൽക്കും. ഇപ്പം ഈ മുഖമൊക്കെ പൊള്ളിയ അവസ്ഥയിൽ നീ ഇവിടെ എത്താൻ കാരണം എന്താ? നിൻ്റെ കയ്യിലിരിപ്പല്ലേ? ആണോ അല്ലേ? ഇക്കാക്കയുടെ ആ ഒരു ചോദ്യം പറയടി, ആണോ അല്ലേ? അവൾക്ക് ഇക്കാക്ക വിരൽ ചൂണ്ടി അടുത്തേക്ക് വന്നപ്പോൾ കുറച്ച് ഭയം തോന്നി. മൂളെന്ന് കണ്ടില്ലേ? എന്തിനായിരുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉസ്തൈനാജിൻ്റെ വീട്ടിൽ പോയത്? അതെനിക്കിപ്പം അറിയണം. ആങ്ങള ദേഷ്യത്തോടു കൂടി അവളുടെ നേരെ കൈ ചൂണ്ടിയിട്ടാണ് വരുന്നത്. ഏത് നിമിഷവും അയാളുടെ കൈകൾ കൊണ്ട് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കിടക്കും. ആ രീതിയിലുള്ള വണ്ണവും വലുപ്പമുള്ള കൈയാണ്.
കൈ നീട്ടിക്കൊണ്ട് നേരെ ഫസീലയുടെ നേരെ പറയടി, നീ എന്തിനാണ് ഹുസൈനാജിയുടെ വീട്ടിലേക്ക് പോയത്? നിന്നെ ഒരുത്തൻ്റെ കൈകളിൽ ഏൽപ്പിച്ച മക്കളുമായി നല്ല രീതിയിൽ ജീവിക്കേണ്ട നീ എന്തിനു വേണ്ടിയിട്ട് ആ ചെറ്റ തന്തയുടെ അടുക്കലേക്ക് പോയി? പറ. ഇവിടെ നാട്ടിലൊക്കെ പറഞ്ഞു നടക്കുന്നത് വേറെയാണ്. നിന്നെ അയാൾ തന്ത കല്യാണം കഴിച്ചു വന്നേക്ക്, അതിനൊക്കെ കാരണക്കാരൻ നീയല്ലേ. മിണ്ടിപ്പോവരുത് ഇവിടെ നിന്ന്, മൂലക്കിൽ അവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം, അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരിക്കും ഫസീല വിറച്ചു പോയി. തന്നെ ആരും ഇത്രയധികം ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അവൾ എന്ത് ചെയ്യണം? ഹോ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയാണ് നല്ലത് എന്നവൾക്ക് തോന്നിപ്പോയി. പക്ഷേ വീട്ടിലേക്ക് എന്നെ ആരും കയറ്റില്ലെന്ന് എനിക്കറിയാം. നവാസ്ക്ക് കയറ്റില്ല, ഉമ്മയും കയറ്റില്ല, ഷമ്മാസും കയറ്റില്ല. എങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലും? കയറി ചെന്നാൽ അവരുടെ കല്യാണം അങ്ങോട്ട് കൊള്ളാവൂലേ? അവൾക്ക് ദേഷ്യം പെരുകിക്കൊണ്ടിരുന്നു. ആങ്ങളയുടെ ഇങ്ങനെയൊരു ഭീഷണി അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആങ്ങളെ തന്നെ സ്വീകരിക്കും എന്നറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അങ്ങോട്ട് വന്നത്. എന്നാൽ സ്വീകരിച്ചെങ്കിലും അയാളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അവളോട് ചോദിക്കുവാനും പറയാനുണ്ടായിരുന്നു. പാവമല്ലേ എന്ന് വിചാരിച്ച് ക്ഷമിച്ചു നിന്നതാണ്. പക്ഷേ ഇനി ഒരിക്കൽ ആങ്ങളുടെ ഭാര്യയുടെ നേരെയോ അല്ലെങ്കിൽ മക്കളുടെ നേരെയോ അവൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ അയാൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കും. ഒരിക്കലും ഫസീലയ്ക്ക് സ്ഥിരമായി താമസിക്കാൻ ഒരിടമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴായി വരുന്നത്. ഷമ്മാസിൻ്റെ വീട്ടുകാർ വെറുത്തു, ഇവരും വെറുത്തു, സ്വന്തം വീട്ടുകാരും വെറുത്തു. അത്യധികം കുറ്റങ്ങൾ ചെയ്ത് നടക്കുന്ന ആ ഒരു പെണ്ണിന് ഒന്നുമില്ലാത്ത അവസ്ഥയായി തീരും എന്നാണ് തോന്നുന്നത്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമ്മുടെ ഷമ്മാസിൻ്റെയും നുസൈബയുടെയും നിക്കാഹ് വളരെയധികം ഉഷാറിൽ തന്നെ നമുക്ക് നടത്താം ഇൻഷാ അല്ലാ. എന്നാൽ ഈ സമയം അസ്കറിൻ്റെ ഉപ്പയുടെ അടുക്കൽ ഒരാളെ ഏൽപ്പിക്കുകയാണ്. അസ്കർ, ഞാൻ മാത്രം എന്തിന് ഉപ്പയ്ക്ക് വേണ്ടി കഷ്ടപ്പെടണം? ഞങ്ങളെ ഉപ്പ നോക്കിയിട്ടില്ല, ബുദ്ധിമുട്ട്, അങ്ങനെ ഒരാളെ പൈസ കൊടുത്ത് തൽക്കാലം നിർത്തേണ്ടി വന്നു. കാരണം വിവാഹമാണ്, നിക്കാഹാണ് മറ്റന്നാൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അസ്കറിൻ്റെയും ഷിഫയുടെയും ഷമ്മാസിൻ്റെയും നുസൈബയുടെയും വിവാഹം അതിഗംഭീരമായി നടക്കുവാൻ വേണ്ടി പോകുന്നു. ഫൈസൽ ആദ്യമേ പറഞ്ഞു, ഉമ്മ എല്ലാം കഴിയട്ടെ, എന്നിട്ട് റാഹത്തോടു കൂടി ഞങ്ങളും അങ്ങോട്ട് വരും. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.